നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ദിവസമാണെന്ന് ഇതേ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് അവസാന മുന്നറിയിപ്പ് നൽകാനായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. കാർഗിലേത് കേവലം ഒരു യുദ്ധവിജയം മാത്രമല്ല, പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണ് എന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ല എന്ന പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകി. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കില്ല എന്നും പ്രധാനമന്ത്രി പാകിസ്ഥാൻ അവസാന മുന്നറിയിപ്പ് നൽകുകയാണ്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണ് എന്ന് മോദി പറയുകയുണ്ടായി. ഓരോ സൈന്യത്തിന്റെയും ത്യാഗം, ഓരോ സൈനികന്റെയും ആ ദിവസത്തിന്റെ ആ പ്രത്യേകതയും അവരുടെ ജീവനും അവരുടെ ത്യാഗവും രാജ്യം എന്നും സ്മരിക്കുന്നു. ഓർമ്മകൾ ഇങ്ങനെ മിന്നിമറയുകയാണ്. കേവലം യുദ്ധത്തിന്റെ വിജയം മാത്രമല്ല, കാർഗിലേതെന്നും പാകിസ്ഥാന്റെ ചതിക്കെതിരായ ഭീകരവാദത്തിനെതിരായ വിജയമാണതെന്നാണ് മോദി കൂട്ടിച്ചേർത്തത്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഭീകരവാദം ഉപയോഗിച്ച നിങ്ങൾ വിജയിക്കില്ല എന്ന് പാകിസ്ഥാന് മോദി അവസാന മുന്നറിയിപ്പും നൽകുന്നു. പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. അഗ്നിപഥ് പദ്ധതി സേനയെ യുവത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചു. സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തത്. എനിക്ക് രാജ്യമാണ് വലുത്, രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. രാജ്യത്തെ യുവാക്കളെ കളിപ്പാവകളാക്കുകയാണ് ചിലർ. ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലഡാക്കിൽ നിന്നും കശ്മീരിൽ നിന്നും നിരവധി ആളുകളാണ് കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 25ാം വാർഷികത്തിന്റെ വിജയവാർഷികത്തിന്റെ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്ത് ഇറക്കിയിരുന്നു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കഴിഞ്ഞ 2 ദിവസമായി വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത്. യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി വീരചരമം പ്രാപിച്ചവരുടെ കുടുംബങ്ങളെ ആദരിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും.